Hello friends. So Priya Civil Studies Circle-ന്റെ PYQ അനാലിസിസ് സെഷൻ ആണ്. നമ്മളിതൊരു സീരീസ് പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഓരോ സബ്ജക്റ്റിന്റെയും അനാലിസിസ് വീക്കിൽ 3 ദിവസമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്ന് മൺഡേ തൊട്ട് നമ്മൾ ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാ മൺഡേയ്സും ജോഗ്രഫിയുടെ PYQ അനാലിസിസ് ഉണ്ടാവും. കഴിഞ്ഞ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ എല്ലാ വീക്കിലും എന്ത് ചെയ്യും, ഇനി കാണും. 2018 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യനോളം നമ്മൾ എന്ത് ചെയ്യും, അനാലിസിസ് ചെയ്യും. നമുക്കറിയാം ഈ PYQ അനാലിസിസ് UPSC പ്രിപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തോളം ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, അനാലിസിസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസും അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അത് നമ്മളെ എക്സാമിന് നമുക്ക് എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഈ PYQ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു സെഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇരുന്ന് കേൾക്കുക. എന്നിട്ട് പഠിച്ചത് എത്രത്തോളം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. അത് മാത്രമല്ല, UPSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു എലിമിനേഷൻ മെത്തേഡ് തന്നെയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ മാറിയാലും ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ഉത്തരം ഇതല്ലാന്ന് മനസ്സിലാകുന്നതിലൂടെ ഒരുപാട് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലാന്ന് തീരുമാനിക്കാൻ പറ്റുകയും കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുകയും ചെയ്യും, എത്താൻ പറ്റുകയും ചെയ്യും. ഓക്കെ, ജോഗ്രഫീനെ സംബന്ധിച്ചിടത്തോളം അറിയാം, വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. പക്ഷെ അതേസമയം നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ്. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് എന്ത്, ജോഗ്രഫി എന്ന് പറയുന്നത്. ഓരോ വർഷത്തോളം ഇപ്പൊ 2018 എടുക്കുവാണെങ്കിൽ മൊത്തം 11ഓളം ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ 2017 10 ആയിരുന്നു. ഓക്കെ, അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് 2015 15 ക്വസ്റ്റ്യനോളവും 2014 19 ക്വസ്റ്റ്യനോളം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ജോഗ്രഫിയിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കൂടുകയും ചെയ്യും. അപ്പൊ ഫിസിക്കൽ ജോഗ്രഫിയും അതുപോലെ തന്നെ ഇക്കോണമിക് ജോഗ്രഫിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മുന്നേ ഒരുപാട്. ഇനിയുള്ള ഒരു ട്രെൻഡ് അനുസരിച്ച് ഒരുപക്ഷെ അഗ്രികൾച്ചറിൽ നിന്നും എൻവയോൺമെന്റും അതുപോലെ തന്നെ എക്കോണമി ജോഗ്രഫിയും ഒക്കെ കൂടെ ക്ലബ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫി നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മേഖലയാണ് പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ഇനി ഇവിടെ വേൾഡ് ജോഗ്രഫിയിൽ നിന്നും ജനറൽ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി ആ മേഖലയിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ജോഗ്രഫിക്ക് ഏതൊക്കെയാണ് നിങ്ങൾ എനിക്ക് സജസ്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ റീഡ് ചെയ്യാനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ NCERT തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ടത്. NCERTs തന്നെയാണ്. ഓക്കെ, ഒരു ക്ലാസ് 6 to ക്ലാസ് 12 വരെയുള്ള NCERTs നമുക്ക് എന്താണ് ആവശ്യമാണ്. അതിനുശേഷം നമുക്ക് വേണ്ട ടെക്സ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് അത് നിങ്ങൾ വാങ്ങുന്നതിനനുസരിച്ചിരിക്കും, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ സുഖം ഏതാ നോക്കിയിട്ട് അങ്ങനെ ചൂസ് ചെയ്യാം. സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി ഗോച്ചിയോങ്ങിന്റെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക്. പിന്നെ നമുക്ക് ഒരു അറ്റ്ലസ് അത്യാവശ്യമാണ്. കാരണം നിങ്ങൾ ന്യൂസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാത്ത സ്ഥലങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റ്ലസിൽ മാർക്ക് ചെയ്യണം. അത് എവിടെയാണ്, അതിനടുത്തുള്ള അതിന് അഡ്ജസന്റ് ആയിട്ട് ഏതൊക്കെ സീ ഉണ്ട്, ഏത് ഓഷ്യനിലാണ്, ഇനിയിപ്പോ ഏതെങ്കിലും ഗൾഫ് ആണെങ്കിൽ അത് അങ്ങനെ, ഏതെങ്കിലും സ്ട്രെയിറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ, അത് ഓരോന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു അറ്റ്ലസിൽ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. ഇപ്പൊ നമ്മൾ പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ടൗണും ഓരോ സിറ്റീസും ഏത് കോണ്ടിനെന്റിലാണ് അല്ലെങ്കിൽ ഏത് കൺട്രിയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഒരു പക്ഷേ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ചോദിക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ഈ NCERTസോ അല്ലെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കോ ഒന്നും വായിച്ചുകൊണ്ട് പറ്റത്തില്ല. എന്ത് ചെയ്യണം, നിങ്ങൾ ന്യൂസ് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പൊ ഒരു ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാത്ത സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് അടയാളപ്പെടുത്തി തന്നെ എന്ത് ചെയ്യുക, പോവുക. ഓക്കെ, കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ ക്ലാസ്സുകളിലായിട്ടും ഇതിന്റെ ടെക്നിക്ക് എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നൊക്കെ എന്ത് ചെയ്യും, പറഞ്ഞു പോകും. ഇന്ന് ആദ്യത്തെ ക്ലാസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ചാനൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യണം, ഷെയറും ചെയ്യണം. ഇനി എന്തെങ്കിലും കമന്റ്സോ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരുത്തണമെങ്കിൽ കമന്റ് സെക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്ത് ചെയ്യണം, പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സീരീസ്, ഈ ഒരു ജേർണി എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. 2018 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, ആദ്യത്തെ ക്വസ്റ്റ്യന് ജനറൽ ജോഗ്രഫിയുടെ ഭാഗമായിട്ട് ഓക്കെ എന്താണ് ചോദിച്ചേക്കുന്നതാണ്. എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു 3 സ്റ്റേറ്റ്മെന്റ് അല്ലേ തന്നേക്കുന്നത്. എന്താ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ ഉള്ളത്, ദ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഹാസ് റിവേഴ്സ്ഡ് എവറി ഫ്യൂ 100,000 ഇയേഴ്സ്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ, when the earth was created more than എന്താ പറഞ്ഞത് 400 million years ago. നമ്മൾ അങ്ങനെയാണോ പഠിച്ചേക്കുന്നത്, എർത്ത് 400 million years ago മാത്രമാണോ ഉണ്ടായേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം,
ആ ഒരു സെന്റൻസിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമുക്കറിയാം ഏകദേശം നമ്മൾ 4.6 ബില്യൺ എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് അല്ലെ? 4600 മില്യൺ ഇയേഴ്സ് എഗോ ആണ് എന്ത് ഉണ്ടായെന്നാ പറയുന്നത്, എർത്ത് ഉണ്ടായെന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മാത്രമല്ല, നിങ്ങൾ നോക്കിയേ, അവിടെ 54% ഓക്സിജനും ഉണ്ടായിരുന്നെന്നാ പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റല്ലേ? ഓക്സിജൻ ഉണ്ടായേക്കുന്നത് തന്നെ ലൈഫ് ഫോം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഓക്സിജൻ എന്ത് ചെയ്യുന്നത്, ഉണ്ടാവുന്നത് അല്ലെ? ആ ലൈഫ് ഉണ്ടായതിനു ശേഷമാണ് ഈ ഒരു ഓക്സിജൻ ഉണ്ടായ ആ ഒരു ലൈഫ് ഫോം ചെയ്ത് ആ ഒരു എന്താണ് ആ ഒരു ഫേസ് അങ്ങനെയാണ് പോകുന്നത് നമുക്കറിയാം. നമ്മൾ പഠിച്ചതല്ലേ, ഡീഗ്യാസിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ സമയത്ത് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? വാട്ടർ വേപ്പറും കാർബൺ ഡയോക്സൈഡും ഒക്കെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വന്ന മേജർ ഗ്യാസസ് ഒക്കെയാണ് എന്ത് അത്. ആ സമയത്ത് എന്തില്ല, ഓക്സിജൻ ആ സമയത്ത് എന്ത് ചെയ്തിട്ടില്ല, മേജർ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആയിരുന്നില്ല അല്ലെ? വളരെ ഫീബിൾ ആയിട്ട് എന്തെങ്കിലും ഒരു എമൗണ്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ ഒറിജിൻ ഓഫ് എർത്ത് എന്ന് പറയുന്ന, ഓക്കെ, നമ്മൾ ജോഗ്രഫി പഠിച്ചു തുടങ്ങുമ്പോൾ, ഫിസിക്കൽ ജോഗ്രഫി പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന ഭാഗമാണ് എന്ത്, ഒറിജിൻ ഓഫ് എർത്ത് അല്ലെ? പ്രസന്റ് ഡേ എർത്തിലേക്ക് ഉള്ള ആ ഒരു എവല്യൂഷൻ എങ്ങനെയാണ്, ലാൻഡ് എങ്ങനെ ഉണ്ടായി, വാട്ടർ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. നോക്കിയേ, നിങ്ങൾ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, എർത്ത് 400 മില്യൺ ഇയേഴ്സ്, അത് മാത്രമല്ല 54% ഓക്സിജൻ ആയിരുന്നു ഉണ്ടായെന്നത്. അത് തെറ്റല്ലേ? കാർബൺ ഡയോക്സൈഡ് ഉണ്ടായിരുന്നില്ല എന്നാ പറയുന്നത്. പക്ഷെ ഫസ്റ്റ് ഡീഗ്യാസിംഗ് എന്നുള്ള പ്രോസസ്സിലൂടെ കൂടുതലായിട്ട് പുറത്തേക്ക് വന്ന വാതകങ്ങളിൽ ഒന്ന് ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് എനിക്ക് പറഞ്ഞൂടെ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് എന്ത് ചെയ്യാം, എനിക്ക് പറയാം. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, when living organism originated, they modified the early atmosphere of the earth. അതല്ലേ ശരി? എർത്തിന്റെ ഏർലി അറ്റ്മോസ്ഫിയർ ശരിക്കും എന്താ ചെയ്യുന്നത്? ഈ ഒരു ലിവിങ് ഓർഗാനിസം ആണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്തൂടെ? സോ 1 ഓൺലി നമുക്ക് അവിടെ എന്ത് ചെയ്യാം, വെക്കാൻ പറ്റുമോ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഒന്നാമത്തേനെ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്തൂടെ? ഒന്നാമത്തെ ഓപ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഒന്നാമത്തെ ഓപ്ഷനെ നമ്മൾ എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ, 2 and 3 ഓൺലി. 2 and 3 ഓൺലി, അത് നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്തൂടെ? രണ്ടാമത്തെ തെറ്റാന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ബി 2 and 3 ഓൺലി എലിമിനേറ്റ് ചെയ്യാം. ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അല്ലെ? ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്തൂടെ? ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെയുള്ള ഓപ്ഷൻ ഏതൊക്കെയാ ഉള്ളത്? സി മാത്രമല്ലേ? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് സി ആക്കി എടുത്തൂടെ? സി അല്ലേ? അപ്പൊ ഈ ഒരു കാര്യത്തിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാമെന്നോ ആൻസറിലേക്ക് എത്താമെന്ന് മനസ്സിലാക്കിക്കൂടെ? ഇതിൽ നിന്നൊക്കെ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്? 4.6 ബില്യൺ ഇയേഴ്സ് എഗോയിലാണ് എന്ത് ചെയ്തത്, എർത്ത് ഫോം ചെയ്തത് അല്ലെ? ഫോം ചെയ്തേക്കുന്നത് ഒരു 4.6 ബില്യൺ ഇയേഴ്സ് എഗോയിലാണ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഈ എർത്ത് ഉണ്ടായതിൽ കുറെ പ്രോസസ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരുന്നു ഡീഗ്യാസിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ ട്രാപ്പ് ആയി കിടക്കുന്ന ഗ്യാസസ് ഒക്കെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് എന്ത് ചെയ്യാണ്, പുറത്തേക്ക് വരികയാണ്. എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് എൻട്രി ചെയ്യാണ്. വാട്ടർ വേപ്പർ കൂടി, അതിങ്ങനെ ടെമ്പറേച്ചർ കൂടി, വാട്ടർ വേപ്പർ എന്ത് ചെയ്യാൻ തുടങ്ങി, കണ്ടൻസ് ചെയ്തു, മഴ പെയ്തു. ഓക്കെ, ഡിസോൾവ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് വന്നു. ഓക്കെ, അങ്ങനെ അതിനകത്ത് ആദ്യമായിട്ട് ലൈഫ് ഫോം ചെയ്തു. ആദ്യമായിട്ട് സൈനോ ബാക്ടീരിയ അല്ലേ ഉണ്ടായത്? ആ സൈനോ ബാക്ടീരിയ ഉണ്ടാവുന്നു. ഓക്കെ, ഫസ്റ്റ് ലൈഫ് ഫോം ആണ് ഉണ്ടാവുന്നത്. ആ സൈനോ ബാക്ടീരിയയിൽ എന്താണ്, ഫോട്ടോസിന്തസിസ് നടക്കുകയാണ്. ഓക്കെ, ആ ഫോട്ടോസിന്തസിസ് നടന്നിട്ടാണ് ഓക്സിജൻ പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എങ്ങനെയാണോ ഓക്സിജൻ ഈ ഒരു എർത്തിന്റെ സർഫസിലേക്ക് എത്തുന്നത് എന്നുള്ളത്? എന്തിന്റെ ഭാഗമായിട്ടാണ് എത്തുന്നത്? ഫോട്ടോസിന്തസിസിന്റെ ഭാഗമായിട്ടാണ് അല്ലെ എത്തുന്നത്? ഫോട്ടോസിന്തസിസ്. അപ്പൊ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ ആദ്യം ലൈഫ് ഫോം ചെയ്യണ്ടേ? ആദ്യമായിട്ട് ലൈഫ് ഫോം ചെയ്യുന്നത് ഏതാണ്? സൈനോ ബാക്ടീരിയ അല്ലേ? ആ സൈനോ ബാക്ടീരിയയിൽ ഫോട്ടോസിന്തസിസ് നടന്ന് ആ ഫോട്ടോസിന്തസിസിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്തത്, ഓക്സിജൻ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നത്. ഓക്കെ, കാർബൺ ഡയോക്സൈഡ് ഡീഗ്യാസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ, അതായത് എർത്തിന്റെ ഉള്ളിൽ ട്രാപ്പ് ആയി കിടക്കുന്ന ഗ്യാസസ് പുറത്തു വരുന്ന, ഓക്കെ, CO2 പോലെയുള്ള ഗ്യാസസ് പുറത്തു വന്നു. H2 ആണ് ഏറ്റവും കൂടുതൽ, അതായത് വാട്ടർ വേപ്പർ ആയിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്.
പിന്നെ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടായത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് എന്ത് ചെയ്യാം, പാടെ എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യുകയും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ആൻസർ ഏതാണെന്ന് എഴുതാൻ പറ്റും. 1 and 3 ഓൺലി ആണെന്ന് എഴുതാൻ പറ്റും അല്ലെ. ആൻസർ സി 1 and 3 ഓൺലി ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഓക്കെ, അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഡൗട്ടും ഇല്ല എന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു ഓക്സിജൻ ഉണ്ടായ പ്രോസസ്സിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏതാണ്? ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റ്. ഓക്കെ, ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റ്. ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റ്. ഓക്കെ, ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ് അല്ലെ. ഓക്സിജൻ അങ്ങനെ വാട്ടറിലേക്ക് വരികയാണ്. ഓക്സിജൻ വാട്ടറിലേക്ക് വന്ന് എന്ത് ചെയ്യാണ്, ഓക്സിജൻ സാച്ചുറേറ്റഡ് ആയ സമയത്താണ് ഈ ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റ് ഉണ്ടാകുന്നത്. ഈ സൈനോബാക്ടീരിയ ആദ്യം എവിടെയാണ് ഉണ്ടായിരുന്നത്? ഓക്കെ, ഈ ഓഷ്യനിലാണ് എന്ത് ചെയ്തത്, ഈ ഒരു സൈനോബാക്ടീരിയ ഉണ്ടായത്. ഈ സൈനോബാക്ടീരിയ എന്താണ്, ഫോട്ടോസിന്തസിസ് വഴി എന്ത് ചെയ്യാണ്, സോറി CO2 അല്ല, എന്താണ്, ഓക്സിജൻ അല്ലെ, ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ഈ സീ വാട്ടറിൽ ഈ ഓക്സിജൻ സാച്ചുറേറ്റഡ് ആയതിനു ശേഷം പുറത്തേക്ക് ഓക്സിജൻ, എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് ഓക്സിജൻ വരാൻ തുടങ്ങുകയും അതിന്റെ ഭാഗമായിട്ട് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ ഉണ്ടാവുകയും ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇൻസൈഡ് വാട്ടർ ഉണ്ടായിരുന്ന ഓക്സിജൻ പുറത്തേക്ക് എത്തുന്ന ആ ഒരു ഇവന്റ് ആണ് എന്ത്, ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റ്. ഓക്കെ, ഇതൊക്കെ ജനറൽ ജിയോഗ്രഫിയിൽ വരുന്ന ഭാഗങ്ങളാണ്. ഓക്കെ, ജനറൽ ജിയോഗ്രഫിയുടെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് നമ്മൾ ജിയോഗ്രഫി പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് തുടങ്ങുന്ന കാര്യങ്ങളാണ് എന്ത്, ഈ ഒരു കാര്യങ്ങളൊക്കെ. ഒരു പക്ഷെ നമ്മൾ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വിട്ട് കളയുന്നതായിരിക്കും അല്ലെ. ഇതൊക്കെ കൃത്യമായിട്ട് എന്തുണ്ട്, ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജിയോഗ്രഫി എന്ന് പറയുന്ന ക്ലാസ് 11 ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്, NCERT ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഇതുപോലെ മനസ്സിലാവുമല്ലോ. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് NCERT കവർ ചെയ്യാന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ ബേസിക്സ് സ്ട്രോങ് ആക്കിയാൽ തന്നെ ഒരുവിധം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ മനസ്സിലാവും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എലിമിനേറ്റ് ചെയ്യാനെങ്കിലും എന്ത് ചെയ്യും നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുവാണെങ്കിൽ നോക്കൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, മോസ്റ്റ് ഓഫ് ദി കോറൽ reefs are in tropical waters. Okay, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, more than 1/3 of the world's coral reefs are located in the territories of Australia, Indonesia and Philippines. മൂന്നാമത്തേതോ, coral reef host far more animal algae than എന്താ, those hosted by tropical rainforest. Okay, അതിനകത്ത് മൂന്നിനകത്തുനിന്നും നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താന്ന് വെച്ചാൽ നമുക്കറിയാം കോറൽ റീഫ്സ് എന്താണെന്ന് അല്ലെ. കോറൽ റീഫ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഒരു സെക്കൻഡ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കിയേ. അല്ല, ഏതെങ്കിലും ഒരു കീവേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ? എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ശരിയാണെന്ന് തോന്നുന്നുണ്ടല്ലേ? കാരണം എന്താ പറയുന്നത്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി. ഓക്കെ, അതിനൊക്കെ മുന്നേ കോറൽ റീഫ്സ് എന്താണെന്ന് അറിയാലോ എല്ലാവർക്കും. കോറൽ പോളിപ്സ് എന്നാണ് നമ്മൾ പറയാ അല്ലെ. നമ്മളെ ഷാലോ ആയിട്ടുള്ള വാട്ടറിൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആൽഗേസ് ഉണ്ട്. ഓക്കെ, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആൽഗേ ഉണ്ട്. ഓക്കെ, ഈ മൈക്രോസ്കോപ്പിക് ആൽഗേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂക്സാൻതെല്ല. ഓക്കെ, സൂക്സാൻതെല്ല എന്ന് പറയുന്ന ആ ഒരു മൈക്രോസ്കോപ്പിക് ആൽഗയിലെ ആ മൈക്രോസ്കോപ്പിക് ആൽഗയുടെ സിംബയോട്ടിക് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ ഒരു കോറൽ റീഫ്സ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ഓക്കെ, ഈ ആൽഗയ്ക്ക് എന്തിനുള്ള കഴിവുണ്ട്, ഫോട്ടോസിന്തസിസിനുള്ള കഴിവില്ലേ, ആൽഗയല്ലേ. ഈ സൂക്സാൻതെല്ലയ്ക്ക് ഫോട്ടോസിന്തസിസിനുള്ള കഴിവുണ്ട്. ഇനി ഈ ഞാൻ നേരത്തെ പറഞ്ഞ കോറൽ പോളിപ്പ് ഇല്ലേ, കോറൽ പോളിപ്സ്, ഈ കോറൽ പോളിപ്സ് എന്താ ശരിക്കും ഇവർക്ക് കൊടുക്കുന്നത്, ഇതിനെ ഫീഡ് ചെയ്യുന്നത്, ഈ ഒരു ആൽഗേനെ ഫീഡ് ചെയ്യും. അതിന് ഈ ഫീഡ് ചെയ്യുന്നതിനുള്ള എന്താണ് ഹെൽപ്പായിട്ട് എന്ത് ചെയ്യാണ്, ഇത് തിരിച്ച് കോറൽ പോളിപ്പിന് എന്ത് കൊടുക്കും, എനർജി കൊടുക്കും. ഓക്കെ, പോളിപ്പ് സൂക്സാൻതെല്ലയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും
തിരിച്ച് ഇങ്ങോട്ട് എന്ത് ചെയ്യും? എനർജി കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു സിംബയോട്ടിക് എന്താണ്? റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് വിളിക്കുക? കോറൽ റീഫ്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള കോറൽ റീഫ്സ് വളരാൻ തന്നെ എന്ത് ചെയ്യണം? കുറച്ച് എന്ത് വേണം? കുറച്ച് കണ്ടീഷൻസ് വേണം. ഒരു വാട്ടറിൽ കോറൽ റീഫ്സ് ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓഷ്യനിൽ കോറൽ റീഫ്സ് ഉണ്ടെങ്കിൽ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തത് ഷാലോ ആയിട്ടുള്ള എന്തുണ്ടായിരിക്കണം? വാട്ടർ ആയിരിക്കണം. ഓക്കെ, ഷാലോ വാട്ടർ ആയിരിക്കണം എന്ത് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ഷാലോ വാട്ടർ കഴിഞ്ഞ് പിന്നെ എന്ത് വേണം? ക്ലിയർ ആയിട്ടുള്ള വാട്ടറും കൂടി ആയിരിക്കണം. ഓക്കെ, കാരണം ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോറൽ പോളിപ്സ് ഒക്കെ നമ്മൾ കാണാൻ പറ്റുള്ളൂ. നമ്മൾ കുറെ മൂവീസിലും ഇപ്പൊ ഈ ഒരു പല വീഡിയോസിലും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? നല്ല ഭംഗിയുള്ള കോറൽ റീഫ്സുകൾ. അതായത് ക്ലിയർ ആയിട്ടുള്ള വാട്ടറിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഉണ്ടാവുന്നത്. പിന്നെ വാട്ടർ എന്തായിരിക്കണം? വാം ആയിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ വാം എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് ഒന്ന് നോക്കിക്കൂടെ? എന്താണ്? ട്രോപ്പിക്കൽ വാട്ടേഴ്സിലാണ് ഉണ്ടാവുന്നത് എന്നല്ലേ പറയുന്നത്? മോസ്റ്റ് ഓഫ് ദ വേൾഡ്സ് കോറൽ റീഫ്സ് ആർ ഇൻ ട്രോപ്പിക്കൽ വാട്ടേഴ്സ്. ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ വാം ആയിട്ടുള്ള ഒരു ഏരിയ അല്ലേ? അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് എന്താക്കിക്കൂടെ? ശരിയാക്കിക്കൂടെ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ ഞാൻ പറഞ്ഞത്? ഈ ഒരു കോറൽ റീഫ്സ് ഉണ്ടാവണമെങ്കിൽ ഏതാണ്ട് ഒരു 20 ഡിഗ്രി എങ്കിലും എന്ത് വേണം? ടെമ്പറേച്ചർ വേണം. ഓക്കെ, ഷാലോ വാട്ടർ കഴിഞ്ഞാൽ പിന്നെ ആവശ്യം എന്താണ്? ക്ലിയർ വാട്ടർ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ വാട്ടർ ആയിരിക്കണം. പിന്നെ എന്താണ്? വാം വാട്ടർ ആയിരിക്കണം. വാം വാട്ടർ ആയിരിക്കണം. ഓക്കെ, നോക്കൂ, host far more animal phylae than those hosted by tropical rainforest. ഈ കോറൽ റീഫ്സിനകത്ത് എന്തുണ്ടെന്നറിയോ? ഈ കോറൽ റീഫ്സ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ടുള്ള, ഇപ്പൊ നമ്മൾ ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ എന്തുണ്ടാവും? എനിമൽ ഫൈല എന്തുണ്ടാവും? ഈ ഒരു സാധനത്തിന്റെ മേലെ, ഈ ഒരു ഇതിനെ ഹോസ്റ്റായി കണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? വളർന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് ആണ്. ഒന്നാമത്തതും മൂന്നാമത്തതും എന്താണ്? കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ സെന്റൻസിലോട്ടേക്ക് വരുവാണെങ്കിൽ രണ്ടാമത്തതും കറക്റ്റ് ആണ്. എന്താണ്? നമ്മുടെ വേൾഡിലെ 1/3 ഓഫ് ദ കോറൽ റീഫ്സ് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഓസ്ട്രേലിയയുടെയും ഇന്തോനേഷ്യയുടെയും ഫിലിപ്പൈൻസിന്റെയും ഒക്കെ ഭാഗങ്ങളിലായിട്ട് തന്നെയാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് ആണെന്ന് പറയാം. ഇനി ഈ കോറൽ റീഫ്സ് ഒക്കെ വരുന്ന ഭാഗങ്ങൾ നമ്മൾ പഠിക്കുക ഓഷ്യാനോഗ്രഫി ഭാഗത്തേക്കാണ്. ഓക്കെ, ഓഷ്യാനോഗ്രഫി എന്ന് പറയുന്ന ജിയോഗ്രഫിയുടെ ഭാഗം പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പഠിക്കും? ഈ കോറൽ റീഫ്സുകളെ കുറിച്ചും അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഒക്കെ എന്ത് ചെയ്യും? പറയാം. ഇപ്പൊ കോറൽ റീഫ്സ് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ്? ഇതൊരു എക്സ്റ്റിങ്ഷന്റെ ഒരു ബ്രിങ്ക് ഓഫ് എക്സ്റ്റിങ്ഷന്റെ അടുത്ത് എന്താണ്? ഇത് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, ഗ്ലോബൽ വാർമിംഗ് ഒരു കാരണമാണ്. വാം വാട്ടർ വേണമെന്നാ പറഞ്ഞത്. പക്ഷെ അതിൽ കൂടുതലായിട്ട് ടെമ്പറേച്ചർ കിട്ടിയാൽ എന്ത് ചെയ്യും? ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഗ്ലോബൽ വാർമിംഗ് എന്താണ്? ഒരു റീസൺ ആണ്. അത് മാത്രമല്ല, എന്തിനാണ് ഈ കോറൽ റീഫ്സ് എന്ത് ചെയ്യുന്നത്? എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ മെറൈൻ എക്കോസിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് ഹെൽത്ത് നമുക്ക് എന്താണ്? ഈ ഒരു കോറൽ റീഫ്സ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഒരു വൈഡ് റേഞ്ച് ഓഫ് എക്കോസിസ്റ്റം തന്നെ എന്താണ്? ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റെയിൻ ഫോറസ്റ്റ് ഓഫ് ഓഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കോറൽ റീഫ്സ് ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? കോറൽ റീഫ്സിന് എന്താ നമ്മൾ വിളിക്കുക? റെയിൻ ഫോറസ്റ്റ് ഓഫ് ഓഷ്യൻ. ഓക്കെ, റെയിൻ ഫോറസ്റ്റ് ഓഫ് ഓഷ്യൻ. ഓക്കെ, അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാണ്? ശരിയാണെന്ന് കണ്ട് ഓപ്ഷൻ ഡി നമ്മൾ എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. ഓക്കെ, കറക്റ്റ്, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്തത്? ആൻസറിലേക്ക് വരാൻ പറ്റിയത്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റിനകത്ത് ഒരു ജിയോ മാഗ്നറ്റിസത്തിനെ കുറിച്ച് അല്ലെങ്കിൽ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പറയുന്നില്ലേ? ഈ ഒരു കാര്യം നമുക്ക് ചിലപ്പോൾ ഇനിയുള്ള എക്സാംസിനും എന്താവാൻ ഇമ്പോർട്ടന്റ് ആവാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്? എർത്തിന് ഒരു പോളാർ റിവേഴ്സൽ സംഭവിക്കുന്നുണ്ട് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം എർത്തിന് എന്തുണ്ട്? ജോഗ്രഫിക് നോർത്തും ജോഗ്രഫിക് സൗത്തും ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. നിങ്ങൾ ഫിസിക്കൽ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഒരു ജോഗ്രഫിക് നോർത്തും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ജോഗ്രഫിക് സൗത്തും ഇല്ലേ? നോർത്ത് പോളും സൗത്ത് പോളും ഇല്ലേ? അതേപോലെ തന്നെ എർത്തിന് എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്ത് പോളും ഉണ്ട്. ഓക്കെ,
അത് നമ്മുടെ എർത്തിന്റെ ഇന്റീരിയർ പഠിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആ ഒരു മാഗ്നറ്റിസം വരുന്നതെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. ഓക്കെ, ഇതൊരു ജോഗ്രഫി ക്ലാസ് അല്ലാത്തതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്നാലും എർത്തിന് ഒരു കോർ ഇല്ലേ, ഇന്നർ കോറും ഉണ്ട് ഔട്ടർ കോറും ഉണ്ട് അല്ലെ. ഇന്നർ കോറും ഉണ്ട്, ഒരു ഔട്ടർ കോറും ഉണ്ട്. ഓക്കെ, ഈ ഇന്നർ കോറിന്റെയും ഔട്ടർ കോറിന്റെയും ഉള്ളിലുള്ള അല്ലെങ്കിൽ ഔട്ടർ കോറിലുള്ള പാർട്ടിക്കിൾസിനകത്തുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും ഇവിടെ. അങ്ങനെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടാകുന്ന സമയത്ത് അതിന് മൂവ്മെന്റ് സംഭവിക്കുന്ന സമയത്തൊക്കെയാണ് എന്ത്, ഈ ഒരു ഇലക്ട്രിക് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. എർത്തിന്റെ മാഗ്നറ്റിസം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് എർത്തിന് എന്തോ ഉള്ളത്, ഒരു മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്ത് പോളും എന്ത് ചെയ്യുന്നത് എർത്തിന് ഉള്ളത്. ഓക്കെ, ഇപ്പൊ എർത്തിന്റെ മാഗ്നറ്റിക് നോർത്ത് പോൾ നിൽക്കുന്നത് കനേഡിയൻ ആ ഒരു ഭാഗത്താണ്. പക്ഷെ ന്യൂസിൽ എന്താ ഉള്ളത്, ഇത് എങ്ങോട്ടേക്ക് ലോഞ്ച് ചെയ്യുന്നു എന്നുള്ളത് സൈബീരിയയുടെ അടുത്തേക്ക് എന്ത് ചെയ്യാണ്, ഈ ഒരു നോർത്ത് പോള് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പ്രസന്റ്ലി ഉള്ള ന്യൂസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇനിയും എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡും എർത്തിന്റെ മാഗ്നറ്റിസവും ഒക്കെ വെച്ച് എന്ത് ചെയ്യാം, ഒരുപക്ഷെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഇനിയുള്ള എക്സാമിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, നിങ്ങൾ ജിയോമോർഫോളജിയിലായിരിക്കും നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റുക. ഫണ്ടമെന്റൽസ് ആ ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എർത്തിന്റെ മാഗ്നറ്റിസവും പാലിയോ മാഗ്നറ്റിസം എന്താന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വേൾഡ് ജോഗ്രഫി എന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വായിച്ചു നോക്കി എന്തൊക്കെയാ ഓപ്ഷനിലുള്ളത്, ആ ഒരു ടേബിളിൽ തന്നേക്കുന്നതെന്ന്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ NCERTസും മാത്രമല്ല ജോഗ്രഫിക്ക് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള വഴി ഏതാണ്, നമ്മുടെ ന്യൂസ് പേപ്പർ തന്നെയാണ്. ഏതൊരു ടോപ്പിക് എടുത്താലും എന്താണ്, കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ആ സമയത്ത് ആ ഒരു പ്രസന്റ് വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു എക്സാം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആ ഒരു സമയത്ത് 2018 ന്യൂസിൽ വന്നുപോയ പേരുകളാണ്, ആ ടൗണിന്റെ പേരുകളാണ് അലപ്പോ, കിർക്കു, മോസുൽ, മാസറി ഷെറീഫ്. ഓക്കെ, ഇത്രയും 4 പേരുകൾ ആ ഒരു ടൗണിന്റെ പേര് എന്താണ്, ആ സമയത്ത് വന്ന പേരുകളാണ്. ഓക്കെ, ആ സമയത്ത് അത് നോക്കി അത് ഏത് കൺട്രി ആണെന്ന് അറിഞ്ഞ ആൾക്കാർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും, ഈസി ആയിരിക്കില്ലേ. നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ, നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോന്ന്, കുറച്ച് ആ പേരുകളൊന്ന് നോക്കി നോക്കേ. നോക്കിയില്ലേ, നോക്ക്, ഫസ്റ്റ് ഉള്ളത് അലെപ്പോ ആണ്. ഓക്കെ, അലെപ്പോ. പിന്നെന്താണ്, കിർക്ക്. നോക്കൂ, കിർക്ക് എന്ന് പറയുന്നത് ഇറാഖിലുള്ള, ഓക്കെ, ഇറാഖിലുള്ള ഒരു എന്താണ്, ഒരു സ്ഥലമാണ്. ഓക്കെ, കിർക്ക് മുഫ എന്ന ഒരു സ്ഥലമുണ്ട്, ഒരു ഗവർണറേറ്റ് ആണ്. ഇറാഖിന്റെ നോർത്ത് ഇറാഖിലുള്ള ഒരു ഗവർണറേറ്റ് ആണ് എന്ത്, ആക്ച്വലി കിർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് യമൻ എന്നല്ലേ കൊടുത്തേക്കുന്നേ. അപ്പൊ ആ രണ്ടാമത്തെ എന്താണ്, തെറ്റാന്ന് പറഞ്ഞൂടെ. രണ്ടാമത്തെ എന്താണ്, തെറ്റാണ്, യമൻ എന്നാ കൊടുത്തേക്കുന്നത്. ഇത് തന്നെ എന്താന്ന് പറയാം, ഇത് തെറ്റാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തത് എന്താണ്, തെറ്റാണ്. ഓക്കെ, അപ്പോ ഈ ബാഗ്ദാദിന്റെ ബാഗ്ദാദിന്റെ ഒക്കെ നോർത്തിലായിട്ട് കാണുന്ന ഒരു സിറ്റി ആണ് എന്ത്, കിർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു അതായത് നമ്മുടെ ഈ കുർദിസ്ഥാനൊക്കെ നിങ്ങൾ കേട്ട്, ഈ സ്ഥലങ്ങളൊക്കെ ഇനിയും ഇമ്പോർട്ടന്റ് ആയിരിക്കും, നമുക്കറിയാം അല്ലെ. ആ സ്ഥലങ്ങളിൽ ഇപ്പോഴും എന്താണ്, ടെൻഷൻസ് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളെയൊക്കെ നിങ്ങൾ ഇപ്പോഴും അറിയണം. ഇനി കൂടുതലായിട്ടുള്ള അവിടെയുള്ള സ്ഥലങ്ങളെയും നമുക്ക് എന്ത് ചെയ്യണം, അറിയണം. ഓക്കെ, ബാഗ്ദാദിന്റെ ഒക്കെ അടുത്തായിട്ടാണ്, അല്ലെ ബാഗ്ദാദിന്റെ ഒക്കെ നോർത്തിലേക്കായിട്ടാണ് ഈ ഒരു സ്ഥലം എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്. സോ എന്താണ്, ഓപ്ഷനിലേക്ക് ഇനി നമുക്ക് പോവാം. കാരണം രണ്ടാമത്തത് തെറ്റാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ലേ, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി മൊസൂൽ നോക്കിയേ, മൊസൂൽ എന്ന് പറയുന്നത് എന്താണ്, ഇറാഖിലുള്ള ഒരു മേജർ സിറ്റി തന്നെയാണ്. ഓക്കെ, മൊസൂലും ഇറാഖിലുള്ള ഒരു മേജർ സിറ്റിയാണ്. അപ്പൊ കിർക്ക് മാത്രമല്ല, മൊസൂലും എന്താണ്, ഇറാഖിലുള്ള സിറ്റിയാണ്. അപ്പൊ 2ഉം 3ഉം ഞാൻ എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്തു. ഇനി എനിക്ക് ഓപ്ഷനിലേക്ക് പോവാലോ. ഓക്കെ, 2 ഓപ്ഷനിൽ എന്തുണ്ട്, 2 തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ എ എന്ന് പറയുന്നത് എനിക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. 2ഉള്ള സി എനിക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ എന്ത് പറഞ്ഞു, മോസൂൽ എന്താണ്, ഇല്ല എന്ന് പറഞ്ഞു. സോ 3 and 4 എന്ന് പറയുന്ന ഓപ്ഷൻ എന്ത് ചെയ്തു, ഞാൻ എലിമിനേറ്റ് ചെയ്തു. സോ എനിക്ക് ആൻസറിലേക്ക് എത്താം. ഓപ്ഷൻ ബി 1 and 4 ഓൺലി ആണ്, അല്ലെങ്കിൽ 1 and 4 ആണ് എന്ത്,
ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആ സമയത്ത് ഇത് അറിഞ്ഞ അല്ലെങ്കിൽ ഇറാഖിന്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വന്ന ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ ആ സമയത്ത് ഈ സ്ഥലങ്ങളെ കേട്ട ആൾക്കാർക്ക് ഓക്കെ, മോസൂൽ, കിർക്ക്, ഈ ഒരു സമയത്ത് ഇറാഖിലുള്ള സ്ഥലങ്ങളെന്ന് അറിയുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം, 2ഉം 3ഉം എന്ത് ചെയ്യാം, ഓപ്ഷൻ നിന്ന് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ കഴിയും. ഓക്കെ, ആ ആൾക്ക് അലപ്പോ സിറിയയിലാണെന്നോ അല്ലെങ്കിൽ മസാറി ഷെരീഫ് അഫ്ഗാനിസ്ഥാൻ ആണെന്നോ അറിയേണ്ട കാര്യമുണ്ടോ? ഇത് രണ്ടും യമനിലും പാലസ്തീനിലും എല്ലാം അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി നിങ്ങൾ അറിയേണ്ട കുറെ സ്ഥലങ്ങൾ എന്തുണ്ട്, പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ട്. ഓക്കെ, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ സ്ഥലങ്ങൾ നിങ്ങൾ ന്യൂസിൽ കേൾക്കുന്ന പുതിയ പുതിയ സ്ഥലങ്ങൾ, കുറെ ടെൻഷൻ നടക്കുന്ന ഭാഗങ്ങളല്ലേ പാലസ്തീനും ഇസ്രായേലും ആ ഭാഗങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ആ കാര്യങ്ങളും അവിടെ പറയുന്ന സ്ഥലങ്ങളെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ഉപയോഗിക്കുന്ന അറ്റ്ലസ് അതിനകത്ത് എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക. ഓക്കെ, അടുത്തത് നോക്കിയേ. അടുത്തതും ഇതേപോലെ തന്നെ എന്താണ്, വേൾഡ് ജോഗ്രഫിയിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? അരാൽ സി, ബ്ലാക്ക് സി, അതുപോലെ തന്നെ ലേക്ക് ബേക്കൽ. എന്താ ചോദിച്ചേക്കുന്നത്, ഏതാണ് ഈ ഇടയായിട്ട് എന്ത് ചെയ്തത്, ഇമ്മൻസ്ലി ഡ്രൈഡ് ആയത് അല്ലെ, നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റി കൊണ്ട് ന്യൂസിൽ, ഇപ്പൊ അടുത്ത ന്യൂസിൽ വന്നിരുന്നത്, അതായത് 2018 കാര്യങ്ങളാണ് ഈ പറയുന്നത്. 2018 ന്യൂസിൽ വന്ന എന്താണ് സി ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഏതാ നോക്കൂ, അരാൽ സി എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ലേക്കുകളിൽ ഒന്നാണ്. 4th ലാർജസ്റ്റ് ലേക്കാണ് അരാൽ സി എന്ന് പറയുന്നത്. ഓക്കെ, അരാൽ സി എന്താണ് 1960 തൊട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഷ്രിങ്ക് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ന്യൂസ് ആ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അരാൽ സി എന്താണ്, ഓപ്ഷനിൽ ഉള്ള ഓപ്ഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, എത്താം, എയും അതുപോലെ തന്നെ ഡിയും. ഇനി മൂന്നാമത്തെ ലേക്ക് ബേക്കലിന്റെ കാര്യം എന്താണ്, ലേക്ക് ബേക്കൽ എന്ന് പറയുന്നത് ഈസ്റ്റേൺ സൈബീരിയയില്, ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഉണ്ടെന്ന് അറിയെങ്കിൽ, ഓക്കെ, ഒന്നാമത്തതും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി, അരാൽ സി ഉണ്ടെന്ന് മനസ്സിലായെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഞാൻ എന്ത് ചെയ്തു, ഒഴിവാക്കി. ഒന്നെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഓപ്ഷൻ ഡിയോ ആയിരിക്കും അല്ലെ, ഓപ്ഷൻ ഡിയോ ആയിരിക്കും, ഓപ്ഷൻ ഡിയോ ആയിരിക്കും. ഇനി നോക്കൂ, ലേക്ക് ബേക്കൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് എവിടെയാണ്, ഈസ്റ്റേൺ സൈബീരിയ മേഖലയിലാണ്. ഓക്കെ, ഇതും എന്താണ്, വേൾഡിൽ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ റിസർവോയറിൽ ഒന്നായിരുന്നു. ഇതും എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ആ സമയത്ത് ന്യൂസുകളിൽ വന്നു പോയ സ്ഥലങ്ങളാണ്. അതുകൊണ്ട് എന്താണ്, ലേക്ക് ബേക്കലും എന്ത് ചെയ്യാണ്, ഓപ്ഷൻ കറക്റ്റ് ആണ്. സോ നമ്മൾ എന്തിലേക്ക് എത്തുകയാണ്, 1ഉം 3ഉം ഉള്ള ഓപ്ഷൻ ഏതാ ഉള്ളത്, ഓപ്ഷൻ ഡി അല്ലേ. സോ കറക്റ്റ് ആൻസർ ഏതായിരിക്കും, ഓപ്ഷൻ ഡി 1 and 3. Okay, ഓപ്ഷൻ ഡി 1 and 3. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ അതും എന്താണ്, സ്ഥലങ്ങളല്ലേ തന്നിരിക്കുന്നത്, റീജിയൻസ് ആണ്. അതായത് എപ്പോഴൊക്കെയോ ആയിട്ട് ന്യൂസിൽ മെൻഷൻ ചെയ്ത സ്ഥലങ്ങൾ. ഒന്ന് ആ സ്ഥലങ്ങൾ ഏതൊക്കെയാന്ന് വായിച്ചു നോക്കിയേ. ഏതൊക്കെയാ, കാറ്റലോണിയ, ക്രിമിയ, ഓക്കെ, മിൻഡാനോ, ഒറോമിയ. ഓക്കെ, ഇതിൽ ക്രിമിയ ഒക്കെ എന്താണ്, ഓക്കെ, ക്രിമിയ എവിടെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂലേ, അറിയാൻ പറ്റില്ലേ. ക്രിമിയ നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂലേ. ഓക്കെ, ബ്ലാക്ക് സീയുടെ ഒക്കെ അടുത്തായിട്ട് നമ്മൾ കാണുന്ന, ഓക്കെ, യൂറോപ്പിന്റെ ഒരു പെനിൻസുലയല്ലേ, ക്രിമിയ എന്ന് പറയുന്ന ഒരു പെനിൻസുലയാണ്. ഓക്കെ, ഈസ്റ്റേൺ യൂറോപ്പിൽ കാണുന്ന ഒരു പെനിൻസുലയാണ് എന്ത്, ക്രിമിയ എന്ന് പറയുന്നത്. അത് ഹംഗറി എന്നല്ലേ കൊടുത്തേക്കുന്നത്, ഹംഗറി എന്നല്ലേ കൊടുത്തേക്കുന്നത്. ഓക്കെ, ക്രിമിയ ഇപ്പോഴും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോഴുള്ള ഇനിയുള്ള എക്സാമുകൾക്കും ക്രിമിയ എന്താണ്, ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. റഷ്യയുടെ ഇന്റർവെൻഷനും ക്രിമിയയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ഇടയ്ക്കിടയ്ക്ക് പിന്നെയും ന്യൂസിൽ വന്നു പോകുന്ന ഭാഗങ്ങളാണ്. അപ്പൊ ക്രിമിയ ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഏതിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയണം, ബ്ലാക്ക് സീനെ കുറിച്ച് അറിയണം. ഓക്കെ, ബ്ലാക്ക് സീനെ കുറിച്ച് അറിയണം. ഓക്കെ, പിന്നെ സിയോ ഫെസോ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഇങ്ങനത്തെ ന്യൂസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യുക, ഒരു അറ്റ്ലസ് വെക്കുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറ്റ്ലസിൽ കാണുന്നുണ്ടോ എന്ന് നോക്കി നോക്കുക. ഓക്കെ, ബ്ലാക്ക് സീ, ഓക്കെ, സിയോ ഫെസോ, ഇതൊക്കെ എന്താണ്, ഈ ഒരു യൂറോപ്പിന്റെ ഭാഗത്തായിട്ട് ആ ഒരു ക്രിമിയൻ പെനിൻസുല നോർത്തേൺ കോസ്റ്റിൽ കാണുന്ന ഭാഗങ്ങളാണ്. ഓക്കെ, ഉക്രൈനിയൻ റീജിയനിലൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സാധനം എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഓക്കെ, അപ്പൊ ഹംഗറി എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ്, തെറ്റല്ലേ. ഹംഗറീനെ എനിക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. എത്യോപ്യയുടെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് എന്ത്, ഒറോമിയ എന്ന് പറയുന്നത്. ഒറോമിയ. ഓക്കെ, എത്യോപ്യ ആ സമയത്ത് കുറച്ച് ന്യൂസിൽ ഉണ്ടായിരുന്നു. ഓക്കെ,
സൊമാലിയയും ഒക്കെ എന്താണ് ബോർഡേഡ് ആയി കിടക്കുന്ന ഒരു സ്ഥലമല്ലേ എത്യോപ്യ. അവിടുത്തെ ഒരു എത്നിക്കൽ ബേസ്ഡ് ഒരു റീജിയണൽ സ്റ്റേറ്റ് ആണ് എന്ത് എത്യോപ്യ എന്ന് പറയുന്നത്. അവിടെയുള്ള ഒരു എന്താണ് ഒരു റീജിയൻ ആണ് ഒറോമിയ എന്ന് പറയുന്നത്. ഓക്കെ, ഒറോമിയ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ ഞാൻ മനസ്സിലാക്കി? അപ്പോ നൈജീരിയ അല്ല ഒറോമിയ ഉള്ളത്, ക്രിമിയ ഹംഗറിയിലും അല്ല. ഓക്കെ, ക്രിമിയ ഹംഗറിയിലല്ല എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഏതൊക്കെ ഓപ്ഷൻ അതിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റും? ഇതും ഞാൻ ഒഴിവാക്കിയില്ലേ. പിന്നെ എന്റെ മുന്നിലുള്ളത് ഈ 2 ഓപ്ഷൻ ആണ്. പിന്നെ എന്താണ്? ഇത് നൈജീരിയയിൽ അല്ല എന്ന് അറിയാന്നുള്ളത് തന്നെയാണ് എന്ത് വഴി, അല്ലെ? ഓക്കെ, പിന്നെ കാറ്റലോണിയ നിങ്ങൾ കേട്ടിട്ടും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കാറ്റലോണിയ ചില ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഒന്ന് ശരിയാണെന്ന് അറിയുന്ന ആൾക്കാർക്കും ഉണ്ടായാൽ മതി. ഓക്കെ, സോ ഏതാണ് ഓപ്ഷൻ? സി, 1 and 3 ഓൺലി. 1 and 3 ഓൺലി. ഓക്കെ, ക്രിമിയ എന്താണ് ഞാൻ പറഞ്ഞു, ഇനിയും ടെൻഷൻ നിലനിൽക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ചുറ്റുമുള്ള സി ഏതാണ്, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നൊക്കെ നോക്കി വെക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഇനിയുള്ള എക്സാമിനും എന്താണ് ഉപകാരമായിരിക്കും. ഈ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എന്തായാലും PYQ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, പുതിയതായിട്ട് ഇനി വരുന്ന കാര്യങ്ങൾ, പുതിയതായിട്ട് ന്യൂസിൽ നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് അറിയാത്ത ഭാഗങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളും കൂടി എന്ത് ചെയ്യണം, നോക്കണം. ഓക്കെ, അപ്പൊ 1 and 3 എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് എന്താണ് എത്താണ്. ഇനി അടുത്ത ഭാഗം നോക്കിയാൽ ഇന്ത്യൻ ഫിസിക്കൽ ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, എന്താ ചോദിച്ചേക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ലേക്ക്? ആർട്ടിഫിഷ്യൽ ലേക്ക് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, കൊല്ലേരു ലേക്ക് ആന്ധ്രാപ്രദേശ് നമ്മൾ കേട്ടിട്ടില്ല. ഓക്കെ, അതെന്താണ്, ഒരു നാച്ചുറൽ ലേക്ക് ആണെന്നും ഓക്കെ അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അത് മാത്രമല്ല, കൊടൈക്കനാൽ ലേക്ക് എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിലുള്ളവർക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റുന്നതല്ലേ, കോടൈ ലേക്ക് എന്നൊക്കെ പറയുന്നത്. അത് ആക്ച്വലി ഒരു മാൻമെയ്ഡ് എന്താണ് ലേക്കാണ്. കൊടൈക്കനാൽ സിറ്റിയിലുള്ള ഓക്കെ, കൊടൈക്കനാൽ സിറ്റി എവിടെയാണുള്ളത്? തമിഴ്നാട്ടിലല്ലേ. തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ ഡിസ്ട്രിക്റ്റിലാണ് കൊടൈക്കനാൽ സിറ്റി ഉള്ളത്. അവിടെയുള്ള ഒരു മാൻമെയ്ഡ് ലേക്ക് ആണ് എന്ത്, കൊടൈ ലേക്ക് അല്ലെങ്കിൽ കൊടൈക്കനാൽ ലേക്ക്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ലേക്ക്? ഓപ്ഷൻ എ തന്നെയാണ് എന്ത്, ഓപ്ഷൻ എ തന്നെയാണ് എന്ത് ആൻസർ. ഓക്കെ, എ തന്നെയാണ് ആൻസർ. ബാക്കി ലേക്സിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, ലേക്സ് എന്ന് പറയുന്ന ഭാഗവും എന്താണ് UPSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയാണ്. റാംസാർ സൈറ്റുകൾ, ലേക്കുകൾ. അതില് ലേക്ക് ഏതാന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, ഒരു സ്ഥലത്ത് എവിടെയാണെന്ന് അറിഞ്ഞാലും പോരാ, അത് മാൻമെയ്ഡ് ലേക്ക് ആണോ, ഓക്കെ നാച്ചുറൽ ഉള്ള ലേക്ക് ആണോ, ഫ്രഷ് വാട്ടർ ലേക്ക് ആണോ, സലൈൻ വാട്ടർ ഉള്ള സോൾട്ട് വാട്ടർ ലേക്ക് ആണോ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിയണം. ഓക്കെ, സോ കൊല്ലേരു ലേക്ക്, ചിലിക്ക ലേക്ക്, അങ്ങനത്തെ ലേക്കുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇതൊക്കെ എവിടെയാണെന്നും ഐഡിയ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിലുള്ള അറ്റ്ലസിൽ എന്ത് ചെയ്യുക, അറ്റ്ലസ് എന്നും ഉണ്ടായിരിക്കുക കയ്യിൽ. ആ അറ്റ്ലസിനകത്ത് അടയാളപ്പെടുത്തുക ഒരു ലേക്ക് എവിടെയാണ്, അത് ഫ്രഷ് വാട്ടർ ആണോ, ഓക്കെ അല്ലെങ്കിൽ അതിനകത്ത് ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം. ഓക്കെ, ഇപ്പൊ എന്തിനാണ് ആ ഒരു ലേക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ന്യൂസിൽ നിൽക്കുന്നത്, അതിനകത്ത് ഏത് ടൈപ്പ് ഓഫ് വാട്ടർ ആണ്, സോൾട്ട് വാട്ടർ ആണോ, ഫ്രഷ് വാട്ടർ ലേക്ക് ആണോ, ഇനി എന്താണ് ഇത് ഒരു മാൻമെയ്ഡ് ലേക്ക് ആണോ, അല്ലെങ്കിൽ എന്താണ് ഒരു നാച്ചുറൽ ലേക്ക് ആണോ എന്നൊക്കെ എന്ത് ചെയ്യാം, അടയാളപ്പെടുത്തിയിട്ട് ഇന്നെ പഠിക്കാം. ഓക്കെ, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പിന്നെയുള്ള ഓപ്ഷൻ ഏതാണ്, ന്യൂസ് പേപ്പർ ആണ്. ഓക്കെ, അത് രണ്ടും വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സോ ഓപ്ഷൻ എ ഏതാണ്, കൊടൈക്കനാൽ തമിഴ്നാടിലുള്ളതാണ് എന്ത് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ മാൻമെയ്ഡ് ലേക്ക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അല്ലെങ്കിൽ ആർ ദ പോസിബിൾ കോൺസിക്വൻസസ് ഓഫ് ഹെവി സാൻഡ് മൈനിങ് ഇൻ റിവർ ബെഡ്സ്? ഓക്കെ, എന്താണ് സാൻഡ് മൈനിങ് റിവർ ബെഡിൽ ഏതൊക്കെയാണ് എന്ത് പോസിബിൾ ആയിട്ടുള്ള കോൺസിക്വൻസ്? ഓക്കെ, മണൽ വാരുന്നതിനകത്ത് എന്താണ് അതുകൊണ്ട് ഉണ്ടാവുന്ന കോൺസിക്വൻസസ് എന്താണെന്നുള്ളതാണ് എന്ത് ചോദിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു പക്ഷേ ഒരുപാട് ജോഗ്രഫി പഠിച്ച ആൾക്കാർക്ക് മാത്രമല്ല, കുറച്ചൊരു എന്താണ് പൊതുവേ നമുക്ക് ഇതിനാവശ്യം കുറച്ചൊരു കോമൺ സെൻസും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനാവശ്യമുണ്ട്. ഓക്കെ, ഒരു ഓപ്ഷൻ ഇതായിരിക്കില്ല എന്ന് ഉറപ്പിക്കാനുള്ള ഒരു കോൺഫിഡൻസും കൂടി നമുക്ക് എന്ത് വേണം, എഴുതുമ്പോൾ ആവശ്യമുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറയുന്നത്, ഡിഗ്രീസ്ഡ് സലൈനേറ്റ്. ഡിഗ്രീസ്ഡ് സലൈനേറ്റ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ എന്താ പറയുന്നത്, പൊല്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. അതായിരിക്കില്ലേ. നോക്കൂ, വാട്ടർ ടേബിൾ തന്നെ എന്ത് ചെയ്യും, താഴത്തില്ലേ. ഓക്കെ, വാട്ടർ ടേബിൾ എന്ത് ചെയ്യും, ലോവർ ആവില്ലേ.
അവിടെയുള്ള ഗ്രൗണ്ട് വാട്ടർ അത് പൊല്യൂട്ട് ചെയ്യുന്നില്ലേ? ഇതൊക്കെ നടക്കുന്നില്ലേ? പക്ഷെങ്കിൽ ഒരു സ്ഥലത്ത് മണലെടുത്തുകൊണ്ട് അവിടുത്തെ സലൈനിറ്റിക്ക് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഉണ്ടാവില്ലല്ലോ. അപ്പൊ രണ്ടാമത്തേല് നമുക്കറിയാം എന്താണ് ഈ റിവർ ബെഡ് എന്നൊക്കെ എന്താണ് ലാർജ് സ്കെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മൈനിങ് നടത്തുകയും മണല് വാരുകയൊക്കെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് എന്തുണ്ടാവും? സാധാരണയായിട്ട് നമ്മുടെ റിവർ എന്ത് ചെയ്യും? കൊളാപ്സ്ഡ് ആവും അല്ലെ? റിവറിന്റെ ബാങ്ക്സ് ഒക്കെ എന്ത് ചെയ്യും? റിവറിന്റെ ബാങ്ക്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? കൊളാപ്സ്ഡ് ആവില്ലേ? ഇപ്പൊ നമ്മുടെ അടുത്തൊക്കെ ആയിട്ട് മണൽ വരുന്ന നദികൾ നിങ്ങൾ പോയി നോക്കിയാൽ മതി. അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? എന്തൊക്കെ അതിന് സംഭവിച്ചിട്ടുണ്ടാവും? അതിന്റെ ബാങ്ക്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും? കൊളാപ്സ് ആയിട്ടുണ്ടാവും. അതിനടുത്തുള്ള ലാൻഡ് സ്ട്രക്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? നശിച്ചു പോയിട്ടുണ്ടാവും. ഓക്കെ. പിന്നെ എന്തുണ്ടാവും? ഒരു ഇറോഷൻ സംഭവിക്കില്ലേ? വാട്ടറിന്റെ എന്ത് ചെയ്യും? ഒരു ഇൻക്രീസ് ആയിട്ടുള്ള ഒരു ഇറോഷൻ എന്ത് ചെയ്യും അവിടെ? സംഭവിക്കും. അപ്പൊ ഈ മൈനിങ്ങും ഇങ്ങനത്തെ ഡ്രെഡ്ജ് ചെയ്യുന്ന ആക്ടിവിറ്റീസും ഒക്കെ, അതായത് ഒരു പ്ലാനിങ് ഇല്ലാണ്ട് ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? നമ്മുടെ വാട്ടറിന്റെ ക്വാളിറ്റിനെ എന്ത് ചെയ്യും? ഇത് ബാധിക്കും. കാരണം അൺകൺട്രോൾഡ് ആയിട്ട് എന്ത് ചെയ്യാണ്? ഇത് സംഭവിക്കുമ്പോൾ എന്താണ്? കെമിക്കലും ഫ്യൂവലും ഒക്കെ എന്ത് ചെയ്യും? വാട്ടറിൽ ഉണ്ടാവില്ലേ? വാട്ടറിൽ ആവില്ലേ? അങ്ങനെ വാട്ടറിൽ ആവുമ്പോൾ അത് എന്ത് ചെയ്യും? വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യും അല്ലെ? വാട്ടറിന്റെ ക്വാളിറ്റി നശിക്കും. അത് മാത്രമല്ല, ഇങ്ങനെ മൈനിങ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് അവിടുത്തെ വെജിറ്റേഷൻസിനെ നമ്മൾ റിമൂവ് ചെയ്യില്ലേ? അങ്ങനെ വെജിറ്റേഷൻസ് റിമൂവ് ചെയ്യുമ്പോൾ ഇക്കോളജിക്കൽ ആയിട്ടുള്ള ഇമ്പാക്ട്സ് ഉണ്ടാവും. ഓക്കെ. അതിനകത്തുള്ള ലൈറ്റിന്റെ പെനിട്രേഷൻ എന്ത് ചെയ്യും? അതിനകത്ത് പ്രശ്നങ്ങൾ വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും? ഇതുമായിട്ട് വരും. പക്ഷെ ഒരു സലൈനിറ്റി ഡിഗ്രീസ് ചെയ്യുന്നുള്ളത് എന്തല്ല ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ ഡിഗ്രീസ്ഡ് സലൈനിറ്റി ഇൻ വാട്ടർ, ഒന്നാമത്തെ ഓപ്ഷൻ ഉള്ളതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. നോക്കൂ, ഒന്ന് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആൻസറിൽ കിട്ടി അല്ലേ? ഒന്ന് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ആൻസർ കിട്ടിയില്ലേ? ഏതാണ്? ഓപ്ഷൻ ബി. ഓക്കെ. ഒറ്റൊരു ഓപ്ഷൻ അല്ല എന്ന് അറിയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആൻസർ കിട്ടും അല്ലെ? അപ്പൊ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ അങ്ങനെയല്ലേ കണ്ടേ? സോ ഇത് ക്ലിയർ ചെയ്യാനുള്ള ഒരു വേ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഏതല്ല എന്ന് അറിയുന്നത് എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ ചോദിച്ചിരിക്കുന്നത്? ബാരൻ ഐലൻഡിനെ കുറിച്ചല്ല ചോദിക്കുന്നത്. ബാരൻ ഐലൻഡ് എന്താണ്? ഒരു വോൾക്കാനോ ആണ്, ഒരു ആക്റ്റീവ് വോൾക്കാനോ ആണ് ഇന്ത്യൻ ടെറിട്ടറിയിലുള്ള. ഓക്കെ. ബാരൻ ഐലൻഡ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? പോർട്ട് ബ്ലെയറിൽ. ഓക്കെ. പോർട്ട് ബ്ലെയറിൽ ഉള്ളതാണ് ഈ ഒരു ബാരൻ ഐലൻഡ് എന്ന് പറയുന്നത്. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. സ്ക്യൂബ ഡൈവിംഗ് ഒക്കെ നടക്കുന്ന മേഖലയാണ് എന്ത്? ഈ ഒരു ബാരൻ ഐലൻഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഗ്രേറ്റ് നിക്കോബാറിലാണോ അതുള്ളത്? അല്ലല്ലോ. ഓക്കെ. ഗ്രേറ്റ് നിക്കോബാറിൽ അല്ല ഉള്ളത്. ഓക്കെ. പോർട്ട് ബ്ലെയറിന്റെ അടുത്താണ് എന്തുള്ളത്? ഈ ഒരു ബാരൻ ഐലൻഡ് ഉള്ളത്. അതിനകത്ത് നമ്മൾ എന്താണ്? ഓപ്ഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു മാർഗം. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഈ ഒരു അറ്റ്ലസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഈ 3 ലേക്കും എവിടെയാണെന്ന് അടയാളപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ഓക്കെ. നമ്മൾ കുറച്ചു നേരമായില്ല അത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് നിങ്ങളുടെ അറ്റ്ലസ് എടുത്തിട്ട് ആ 3 ലേക്കുകൾ എവിടെയാണെന്ന് ജസ്റ്റ് നോക്കി നോക്കുക കേട്ടോ. കൊല്ലേരും, നേനിത്തൽ, രേണുക ഒന്ന് അടയാളപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. കാരണം കൊല്ലേരും നേനിത്തലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ ന്യൂസിൽ വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ. ഏത് ടൈപ്പ് ഓഫ് ലേക്ക് ആണെന്ന് ഒന്ന് ഓർത്ത് വയ്ക്കുക. നമുക്ക് തിരിച്ച് ക്വസ്റ്റ്യനിലേക്ക് തന്നെ വരാം. ഓക്കെ. ഇപ്പൊ എന്താണ്? ബാരൻ ഐലൻഡ് എന്ന് പറയുന്നത് ആൻഡമാൻ സീയിൽ കാണുന്ന ഒരു എന്താണ്? ഒരു ഐലൻഡ് ആണ്. ഓക്കെ. ഒരു ഐലൻഡ് ആണ്. പിന്നെന്താണ്? ഞാൻ പറഞ്ഞു ആക്റ്റീവ് ആയിട്ടുള്ള വോൾക്കാനോ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഐലൻഡ് ആണ് എന്ത്? ഇന്ത്യയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വോൾക്കാനോ കാണാൻ പറ്റുന്ന ഏരിയ ആണ് എന്ത്? ഈ ഒരു ബാരൻ ഐലൻഡ് എന്ന് പറയുന്നത്. 1991 ലാസ്റ്റ് ഇറക്ഷൻ സംഭവിച്ചു. ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ എന്താണ്? വെറുതെ തന്നേക്കാണ്, നിങ്ങളൊന്ന് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ 1 ഓൺലി ആണ് എന്ത്? ആൻസർ. 140 കിലോമീറ്റർ ഈസ്റ്റ് ഓഫ് ഗ്രേറ്റ് നിക്കോബാർ അല്ല, പോർട്ട് ബ്ലെയറിന്റെ അടുത്തുനിന്നാണ് 140 കിലോമീറ്റർ എന്ത്? ഇത് അടുത്ത് കിടക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശരിയാണെന്ന് അറിയുന്ന ഒരാൾക്ക് എന്ത് ഓപ്ഷനൊക്കെ എലിമിനേറ്റ് ചെയ്യാം? ഈ 2 ഓപ്ഷനും എലിമിനേറ്റ്
ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ ഗ്രേറ്റ് നിക്കോബാറിലല്ല, പോർട്ട് ബ്ലെയറിന്റെ അടുത്താണെന്ന് അറിയുന്ന ആൾക്കാർക്ക് എന്ത് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം? രണ്ടാമത്തെ ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. ദെൻ നമുക്ക് ഓപ്ഷനിലേക്ക് സോറി ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ 1 എന്നുള്ളിടത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്താനും പറ്റും. ഓക്കെ, ഓപ്ഷൻ 1 ഓൺലി ആണ്. ഓൺലി. ഓക്കെ, ഇനി നമ്മള് നിക്കോബാർ, ആൻഡമാൻ നിക്കോബാറിലേക്ക് എത്തുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചാനലുകൾ ഉണ്ട്. ഓക്കെ, കുറച്ച് പാസേജ് ഉണ്ട്. ഡങ്കൺ പാസേജ് എന്ന് പറയുന്ന, അതുപോലെ തന്നെ 10 ഡിഗ്രി ചാനൽ, അങ്ങനത്തെ കുറച്ച് ചാനൽസ് ഉണ്ട്. അതൊക്കെ എവിടെയാണെന്ന് ഓർത്ത് വെക്കണം. അതിന്റെ ഇടയിലുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കണം. ആ നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ, സൗത്ത് ആൻഡമാൻ, ഓക്കെ, ലിറ്റിൽ ആൻഡമാൻ, അതൊക്കെ അറിയണം. പിന്നെ നിക്കോബാറിലേക്ക് എത്തുകയാണെങ്കിൽ കാർ നിക്കോബാർ, ഓക്കെ, പിന്നെന്താണ് ലിറ്റിൽ നിക്കോബാർ, ഗ്രേറ്റ് നിക്കോബാർ, അങ്ങനെ ആ ഡിവിഷൻ ഏതൊക്കെയാണെന്ന് അറിയണം. അപ്പൊ എന്താണ് ആ ഭാഗവും നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കണം കേട്ടോ. അടുത്തതും എന്താണ്? നമ്മുടെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ജോഗ്രഫി തന്നെ സോയിൽ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താ ചോദിച്ചേക്കുന്നത്? വിത്ത് റെഫറൻസ് ടു അഗ്രികൾച്ചർ സോയിൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഏതൊക്കെയാ സ്റ്റേറ്റ്മെന്റ്? A high content of organic material in soil drastically reduces its water holding capacity. അങ്ങനെയാണോ ഇത്? ഒരു ഓർഗാനിക് മെറ്റീരിയൽ നമ്മൾ ഹൈ ആയിട്ട് സോയിലിൽ ഓർഗാനിക് മെറ്റീരിയൽ ഉണ്ടാകുമ്പോൾ അത് വാട്ടർ അതിനെ റെഡ്യൂസ് ചെയ്യാണോ ചെയ്യുന്നത്? ഓക്കെ, വാട്ടറിന്റെ ഹോൾഡിംഗ് കപ്പാസിറ്റി റെഡ്യൂസ് ചെയ്യാണോ ചെയ്യുക? തിരിച്ചല്ലേ ഉണ്ടാവുക എന്തായാലും. നമുക്ക് ഓർഗാനിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് സോയിലിന് എന്തായാലും അതിന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം നമുക്കറിയാം. ഓക്കെ, പ്ലാന്റ് റെസിഡ്യൂസ് ഉണ്ടാവും അല്ലെ? പ്ലാന്റ് റെസിഡ്യൂസ് ഉണ്ടാവും. സോയിലിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് സോയിലിന്റെ മേലെയായിട്ട് പ്ലാന്റ് റെസിഡ്യൂസ് ഉണ്ടാവും. അങ്ങനെ ഇൻക്രീസ്ഡ് ആയിട്ട് നമ്മുടെ സോയിലിൽ ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ടാവുന്ന സമയത്ത് എന്താണ്? വാട്ടറിന്റെ ഇൻഫിൽട്രേഷൻ എന്ത് ചെയ്യാണ്? അതായത് ഹൈ ഒരു ഓർഗാനിക് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടാകുമ്പോൾ വാട്ടർ ഇൻഫിൽട്രേഷനും കൂട്ടും. സോയിലിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ത് ചെയ്യുക ചെയ്യുന്നത്? ശരിക്കും കൂട്ടുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എനിക്ക് ഒഴിവാക്കിക്കൂടെ കണ്ണും പൂട്ടിയിട്ട്? ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ ഞാൻ ഒഴിവാക്കുമ്പോൾ തന്നെ ഞാൻ ആൻസറിലേക്ക് എത്തിയില്ലേ? ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ എനിക്ക് തെറ്റാന്ന് അറിയാമെങ്കിൽ എനിക്ക് ഓപ്ഷനിലേക്ക് എത്താം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയോ, രണ്ടാമത്തെ ഓപ്ഷനും എന്താണ്? തെറ്റാണ്. കാരണം സോയിലിന്റെ അകത്ത് സൾഫർ സർക്കിളിന് അത് എന്തെങ്കിലും റോൾ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇല്ലാന്നല്ലേ ഇവര് തന്നേക്കുന്നേ. അപ്പൊ ഇതിനെ എന്ത് ചെയ്യണം? എനിക്ക് ഒഴിവാക്കണം. 2 എന്ന് പറയുന്ന ഓപ്ഷനും ഞാൻ എന്ത് ചെയ്തു? ഒഴിവാക്കി. പിന്നെ 1 and 3 ഓൺലി ആണ്. 3 എന്താണ് പറയുന്നത്? ഇറിഗേഷൻ ഓവർ a period of time can contribute to the salination of some agricultural എന്താണ് ലാൻഡ്. ശരിയല്ലേ? ഇറിഗേഷൻ കുറെ കാലം ഇറിഗേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് സെലൈനേഷൻ, ചില അഗ്രികൾച്ചറൽ ലാൻഡ്സിലൊക്കെ ആയിട്ട് സെലൈനേഷനും എന്ത് ചെയ്യുന്നുണ്ട്? അത് അതിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ സോയിൽ സൾഫർ, ഓക്കെ, സോയിൽ സൾഫർ എന്താണ്? ഒരു ഓർഗാനിക് അല്ലെങ്കിൽ ഇനോർഗാനിക് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അതിന്റെ ന്യൂട്രീഷണൽ, പ്ലാന്റിന്റെ ന്യൂട്രീഷണൽ വാല്യൂ ഒക്കെ എന്താണ്? അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ സൾഫർ എന്താണ്? സൾഫറിന്റെ സൈക്കിളിന് സോയിൽ ഒരു റോളും ഇല്ല എന്ന് പറഞ്ഞ എന്താണ്? ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റാണെന്ന് അറിയുന്ന ഒരാൾക്ക് എന്തെത്താം? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് എന്താണ്? എത്താം. ഓക്കെ, ഇനിയിപ്പോ എൻവയോൺമെന്റുമായിട്ട് ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് ആക്ച്വലി എൻവയോൺമെന്റിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. പക്ഷെ എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, എന്താണെന്ന് ഒന്ന് ജസ്റ്റ് നോക്കാം. നിങ്ങൾ എൻവയോൺമെന്റിന്റെ ഭാഗങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. എന്താ ചോദിച്ചേക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ലീഫ് മോഡിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? വിച്ച് ലീഫ് മോഡിഫിക്കേഷൻ ഒക്കർ ഇൻ ദ ഡെസേർട്ട് ഏരിയ? ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒന്ന് വായിച്ചു നോക്ക്, എന്നിട്ട് നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കി നോക്ക്. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി നോക്കിയേ. ഏതൊക്കെയായിരിക്കും? അത് നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ലേ? കാരണം നിങ്ങൾക്ക് അറിയില്ലേ, ഒരു സ്ഥലത്ത്, അതായത് ഇപ്പോ ഡെസേർട്ട് ഏരിയ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്താണ് അവിടെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇലകളാണ്, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ മോഡിഫിക്കേഷൻ സംഭവിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ലേ? തോൺസ് ഉണ്ടാവില്ലേ? ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. തോൺസ് ഉണ്ടാവില്ലേ ലീവ്സ് ഇൻവെസ്റ്റഡ് ആയിട്ട്? 3 ഉണ്ട് അല്ലെ? 3 ഉണ്ടെന്ന് പറയുമ്പോൾ ഇതുവരെ
ഇത് വരാം, ഇതോ വരാം അല്ലെ. പിന്നെ എന്താണ് ഹാർഡ് ആൻഡ് വാക്സി ലീവ്സ് അല്ലേ, അതും എന്താണ് ഓപ്ഷനിലില്ലേ, ഒന്ന് ഉള്ള ഓപ്ഷൻ. സോ ഇതൊഴിവാക്കി, ഇതൊഴിവാക്കി, ഇതൊഴിവാക്കി. 1, 2 ആൻഡ് 3 അല്ലേ, 1, 2 ആൻഡ് 3 അല്ലേ. അപ്പൊ ഏതൊക്കെ ഹാർഡ് ആൻഡ് വാക്സി ലീവ്സ് ഉണ്ട്, ടൈനി ലീവ്സ് ഓർ നോ ലീവ്സ്, അല്ലെങ്കിൽ എന്താണ് തോൺ ഇൻസ്റ്റെഡ് ഓഫ് ലീവ്സ് അല്ലെ. ഈ മൂന്ന് കാര്യം എന്താണ് ഡെസേർട്ട് ഏരിയയിൽ അല്ലെങ്കിൽ വാട്ടർ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഡെസേർട്ട് ഏരിയ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാക്ടസ് പ്ലാന്റ്സിനെ കാണാൻ പറ്റും അല്ലെ. കാക്ടസ് പ്ലാന്റ്സിനെ കണ്ടൂടെ. അങ്ങനെ കാക്ടസ് പ്ലാന്റ്സിനെ കാണുന്നിടത്ത് നമുക്ക് എന്തുണ്ട്, ഭയങ്കര വാക്സി ആയിട്ടുള്ള ഇലകൾ കാണാൻ പറ്റുന്നില്ലേ. ഓക്കെ, ലീഫ് മോഡിഫിക്കേഷൻ എന്താണ്, ലീഫ് മോഡിഫിക്കേഷൻ ഈ ഒരു വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയല്ലേ ഇത് ആക്ച്വലി ചെയ്യുന്നത്. ഒരു ഡെസേർട്ട് ഏരിയയിലാണ് ഇതുള്ളെങ്കിൽ എന്തിനാണ്, ടു ഇൻഹിബിറ്റ് വാട്ടർ ലോസ് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്, ടു ഇൻഹിബിറ്റ് വാട്ടർ ലോസ് അല്ലെ, അല്ലെങ്കിൽ വാട്ടർ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഡെസേർട്ടിൽ എന്താണ് അത്ര വെള്ളം ഉണ്ടാവുള്ളൂ, ആ ഉള്ള വെള്ളത്തിന് എന്ത് ചെയ്യാൻ, കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് വാക്സി ആയിട്ടുള്ള ലീവ്സ് ഉണ്ടാവും. ഓക്കെ, വാക്സി ആയിട്ടുള്ള ലീവ്സ് ഉണ്ടാവും. എന്തിനാണ്, സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്ത് വെക്കാനാണ്. ഓക്കെ, സ്റ്റൊമാറ്റ ഓപ്പൺ ആയി കിടന്ന വാട്ടർ എന്ത് ചെയ്തു, ഇവോപ്പറേറ്റ് ചെയ്ത് അങ്ങ് പോകത്തില്ലേ, അല്ലെ ട്രാൻസ്പിറേഷൻ നടന്നങ്ങ് പോകത്തില്ലേ. അപ്പൊ എന്ത് ചെയ്യും, അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വാക്സി ആയിട്ടുള്ള ലീവ്സ് ഉണ്ടാവും. പിന്നെന്താണ്, ഈ ലീവ്സ് ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ ഒരു ലീവ്സും ഇല്ലാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അതും എന്താ ഉണ്ടാവും. ഓക്കെ, തോൺസ് ആയിരിക്കും എന്ത് ചെയ്യുക പകരം ഉണ്ടാവുക. ഓക്കെ, എന്ത് ചെയ്യില്ല, തോൺസ് കൂടെ എന്ത് ചെയ്യില്ല, വാട്ടർ പുറത്തേക്ക് പോവില്ല. ഒന്നുകിൽ ലീവ്സ് ഉണ്ടാവില്ല, കുഞ്ഞു ലീവ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് ലീവ്സിന് പകരം എന്തുണ്ടാവും, തോൺസ് ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു ഓപ്ഷനിൽ നിന്നും നമുക്ക് എന്തിലേക്ക് എത്താം, ഇത് നിങ്ങൾ എൻവയോൺമെന്റ് പഠിക്കുന്ന ഒരാൾക്കൊന്നും അല്ല എഴുതാൻ പറ്റും. ഓക്കെ, കുറച്ച് ഒരു കാര്യങ്ങളാ ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തൂടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്താ പറഞ്ഞേക്കുന്നത്, അതും എൻവയോൺമെന്റിന്റെ ഭാഗം അല്ലെങ്കിൽ അഗ്രികൾച്ചറിന്റെ ഭാഗം എന്ന് പറയാം എനിക്ക്. ഓക്കെ, അഗ്രികൾച്ചറൽ ജോഗ്രഫിയുടെ ഭാഗമായിട്ട് പറയുന്ന അല്ലെ എൻവയോൺമെന്റിന്റെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഓക്കെ, അഗ്രികൾച്ചറൽ ജോഗ്രഫിയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് പറയാൻ പറ്റുന്ന മേഖലയാണ് എന്ത് അത്. ഓക്കെ, എന്താ ചോദിച്ചേക്കുന്നത്, GM ക്രോപ്സിനെ കുറിച്ചാണ് അല്ലേ ചോദിച്ചേക്കുന്നത്. GM ക്രോപ്സിനെ, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സിനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. അതല്ലേ ക്വസ്റ്റ്യൻ ഉള്ളത്. എന്താ, GM mustard has the genes of soil bacterium, എന്താണ് soil bacterium that give the plant the property of pest resistance to a wide variety of pests. Okay, അടുത്ത എന്താ, GM mustard has the genes of, എന്താ ചോദിച്ചേക്കുന്നത്, ഒന്ന് വായിച്ചു നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ ഒരു ഓപ്ഷനിലേക്ക് എത്തിയേ, എന്നിട്ട് നമുക്ക് നോക്കാം അത് ശരിയാണോ. നോക്കൂ, ഞാൻ ഇതിനകത്ത് ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. ഓക്കെ, ഞാൻ പറയാണ് ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. ഒന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്, എന്താ പറയുന്നത്, GM മസ്റ്റർഡ് ജീൻസ് ഒരു സോയിൽ ബാക്ടീരിയത്തിനകത്ത് നിന്നാണ് എന്ത് ചെയ്തേക്കുന്നത്, എടുത്തേക്കുന്നതെന്നല്ലേ. ഓക്കെ, ഒരു സോയിൽ ബാക്ടീരിയ ആണ് ആ ഒരു പെസ്റ്റ് റെസിസ്റ്റൻസിന്റെ പ്രോപ്പർട്ടി കൊടുക്കുന്നത്. പക്ഷെ 3 ജീൻസ് വെച്ചിട്ടാണ് എന്ത് ആക്ച്വലി ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള സീഡ് പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു 3 ജീൻസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്ത് GM മസ്റ്റർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ 1 എന്ന് പറയുന്ന ഓപ്ഷൻ എന്ത് ചെയ്യാം, എനിക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, 1 എന്ന് പറയുന്ന ഓപ്ഷൻ എന്ത് ചെയ്തു, ഞാൻ എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, ഇനി GM മസ്റ്റാർഡ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് ആക്ച്വലി എന്ത് ചെയ്തേക്കുന്നത്, ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ ഈ തന്നത് തെറ്റല്ലേ, മൂന്നാമത്തെ ഓപ്ഷൻ ഉള്ളതും തെറ്റാണ്. സോ എന്താണ് 2 ഓൺലി ആണ് ആൻസർ. ഓക്കെ, അപ്പൊ 2 ജീൻസ്, മെയിൻ ആയിട്ട് 2 ജീൻസ് ആണല്ലോ, 3 ജീൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. മെയിൻ ആയിട്ടുള്ള 2 ജീൻസ് എന്ന് പറയുന്നത് ബാർണേസും ആൻഡ് ബാർസ്റ്റർ ആണ്. ഓക്കെ, ബാർണേസ് ആൻഡ് ബാർസ്റ്റർ ആണ്. ഓക്കെ, ക്രോസ് പോളിനേഷൻ അല്ല ഹൈബ്രിഡൈസേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു എന്തുണ്ടാക്കിയേക്കുന്നത്, സീറോ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ നോക്കി എത്ര ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ വന്നു, 11 ക്വസ്റ്റ്യൻ വന്നു അല്ലെ. 11 ക്വസ്റ്റ്യനിലും
ഏകദേശം ഒരു 4 എണ്ണവും നമുക്ക് എന്താണ് ആദ്യം വായിക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ജോഗ്രഫിയുടെ കൺസെപ്റ്റ് ഒന്നും അറിയാത്ത ഒരാൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഇത് ഇതല്ലാന്ന് അറിയുന്ന ഒരു ടൈപ്പ് ഓഫ് എന്താണ് ഒരു ഇൻസ്റ്റിക്റ്റ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റില്ലേ? അതേസമയം കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റുന്ന ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണം? രണ്ടും വേണം അല്ലെ? ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് അതായിരിക്കില്ല എന്ന് അറിയേണ്ട ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, ആ ഇൻസ്റ്റിങ്ക്റ്റ് എവിടുന്ന വരുന്നത്? ഇതുപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒന്ന് അല്ല എന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഒന്നിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി വന്നോളും അല്ലെ? പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഒരു സ്ഥലത്തുള്ള റീജിയൻസ് ഇൻ ന്യൂസും അതുമായിട്ട് ബന്ധപ്പെട്ട കൺട്രി ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത് എവിടുന്ന കിട്ടുക? ഈ ടൈപ്പ് ഓഫ് കാര്യങ്ങൾ നമുക്ക് എവിടുന്ന കിട്ടുക? ന്യൂസ് പേപ്പറിൽ നിന്നല്ലേ? അപ്പൊ ക്രിമിയ ഉക്രൈന്റെ ആ ഭാഗത്താന്ന് നിങ്ങൾക്ക് അറിയുന്ന ഒരാൾക്ക് ഫസ്റ്റ് തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു. രണ്ടാമത്തെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ പിന്നെ നമുക്ക് എന്താണ് ഉത്തരത്തിലേക്ക് എത്താനുള്ള രണ്ടെണ്ണേ ഉള്ളൂ. ഈ രണ്ടെണ്ണത്തിൽ ഒന്നായിരിക്കും ഉത്തരം എന്ന് എന്ത് ചെയ്യാം നമുക്ക് അറിയാൻ പറ്റുകയാണ്. കാറ്റലോണിയ സ്പെയിനിലാണ് കേട്ട ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ഉണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒന്ന് ഉണ്ടെന്ന് ഉറപ്പിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ സി ആണെന്ന് എന്ത് ചെയ്യാം എത്താൻ പറ്റുന്നില്ലേ? ഇനി കൃത്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ത്? ഈ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡും എപ്പോഴാണ്. പക്ഷെ ഇതൊന്നും ഒരുപാട് സമയമെടുത്തോ അല്ലെ ഒരുപാട് ചിന്തിക്കുകയോ ഒന്നും ആവശ്യമില്ലല്ലോ. ജസ്റ്റ് NCERT ഒന്ന് വായിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കാര്യം ക്ലിയർ ആയി. ഓക്കെ, അപ്പോ NCERT എന്താണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ജോഗ്രഫിയുടെ. അത് സ്കിപ്പ് ചെയ്തിട്ടുള്ള ഒരു പഠിത്തത്തിന് നിൽക്കരുത്. ഓക്കെ, എന്ത് ചെയ്യാം? NCERT കംപ്ലീറ്റ് ചെയ്യുക. NCERTന്റെ മേലെയുള്ള കോൺഫിഡൻസിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിനെ എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ 11 ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. നിങ്ങൾ തന്നെ നോക്കി, വേൾഡ് ജോഗ്രഫി എന്ന് വന്നു, ജനറൽ ജോഗ്രഫി എന്ന് വന്നു, ഫിസിക്കൽ ജോഗ്രഫി എന്ന് വന്നു, ഇന്ത്യൻ ജോഗ്രഫി എന്ന് വന്നു, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വന്നു, എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും വന്നു. ഓക്കെ, ഏകദേശം എന്താണ് 11 ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം, സോറി 2018 എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ ഓരോ വർഷത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്? അറ്റ്ലീസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട് എല്ലാ വർഷവും. ഓക്കെ, അപ്പൊ ഒരു 10 ക്വസ്റ്റ്യൻ, ഒരു 10 മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? റാങ്ക് മേക്കിംഗ് മാർക്ക് അല്ലേ? ആ 10 മാർക്കിന് നമുക്ക് ഈ ഒരു ജോഗ്രഫി എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. അതും നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. NCERTs, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ, അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ, പിന്നെ നമ്മുടെ ഇയർ ബുക്ക്. ഇതിനകത്തൊക്കെ പറഞ്ഞു പോകുന്ന സ്ഥലങ്ങൾ, പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എവിടെയാണ് ചെന്ന് എന്ത് ചെയ്യാൻ നോക്കാം. ഇതൊക്കെ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ മാത്രമല്ല, നമ്മളിപ്പോ മെയിൻസ് എഴുതുവാണെങ്കിൽ പോലും നമുക്ക് ഡാറ്റാസ് ആവശ്യമുണ്ട്. ഇപ്പൊ ജോഗ്രഫിയുടെ ഒക്കെ ഭാഗമായിട്ട് മെയിൻസിന്റെ ക്വസ്റ്റ്യൻ വരിക എന്തായിരിക്കും? ഈ അധികമായിട്ട് അഗ്രികൾച്ചറും എക്കോണമിക് ജോഗ്രഫിയുടെ ഒക്കെ കാര്യങ്ങളായിരിക്കും ക്വസ്റ്റ്യനിൽ വരിക. ഓക്കെ, മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഡാറ്റാസിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ പഠിക്കുന്ന ഒരാൾക്ക് അഗ്രികൾച്ചറും എൻവയോൺമെന്റും ജോഗ്രഫിയും ഇക്കോണമിയുടെ കുറച്ച് ഭാഗങ്ങളും കൂടെ ഒരുമിച്ച് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് ഏതെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ക്ലാസ്സിനകത്ത് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പറയണം. നമ്മുടെ ക്ലാസ്സുകൾ എല്ലാ വീക്കിലും മൺഡേയും അതുപോലെ തന്നെ വെനസ്ഡേ, ഫ്രൈഡേ ആയിട്ട് ഒരു വീക്കിൽ 3 സബ്ജക്റ്റിന്റെ PYQ അനാലിസിസ് നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് തരും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ വീക്കും അത് മുടങ്ങാതെ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. ഇനി എന്തെങ്കിലും സജഷൻസോ ഇംപ്രൂവ്മെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഉൾപ്പെടുത്തണമെങ്കിലോ ഒക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാം? ക്ലാസ്സിന് ഇംപ്രൂവ്മെന്റ്സ് വരുത്താം. ഓക്കെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനുള്ള ഏക മാർഗം ഈ ഒരു കമന്റ് സെക്ഷനിലൂടെ തന്നെയാണ്. അപ്പൊ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറയുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇത് പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ്സിൽ പറയാം. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ് ഇപ്പോൾ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യാം? ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇനി ഞങ്ങൾ ഈ ഒരു സീരീസ് പോലെ ഇത് തുടരണമെങ്കിൽ നിങ്ങളുടെയും കൂടെ എന്ത് ചെയ്യണം? സപ്പോർട്ട് വേണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ജോഗ്രഫി അല്ലെങ്കിൽ UPSC അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? ഇത് ഷെയർ ചെയ്യണം. ഓക്കെ, ഷെയർ ചെയ്ത് എന്ത് ചെയ്യുക? ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കമന്റ് സെക്ഷനിലും എന്ത് ചെയ്യണം? പറയണം. ഓക്കെ, അപ്പോ ബുധനാഴ്ച നിങ്ങൾക്ക് പൊളിറ്റിയുടെ PYQ സെഷൻ ഉണ്ടാവും.
ഫ്രൈഡേ നിങ്ങൾക്ക് എക്കോണമിയുടെ PYQ സെഷനും ഉണ്ടാവും. ഇതുപോലെ 10 വർഷത്തെ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു പോകും. ഓക്കെ, ഇതിലും ഡീറ്റെയിൽഡ് ആക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ജോഗ്രഫി അതിപ്പോ ജോഗ്രഫി എടുക്കുന്ന പോലെ ആയിപ്പോയില്ലേ. എന്നാലും നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ 11 ക്വസ്റ്റ്യൻസ് ആണ് 2018 ഇനി അടുത്ത് വേറൊരു വർഷത്തെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൺഡേ കാണാം. ഓക്കെ, സോ താങ്ക്